പശ്ചിമേഷ്യ പതിയെ സമാധാനത്തിലേക്ക് നടന്നെടുക്കുകയാണ്. കരാർ പ്രഖ്യാപനം നടന്ന് ഇതുവരെയും ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല. ഇസ്രയേലിന് കരാറിൽ അതൃപ്തി ഉണ്ടെങ്കിലും മുന്നോട്ടു പോകാൻ തന്നെയാണ് അമേരിക്കയുടെ തീരുമാനം. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് വിരാമമിട്ട് യുഎസും ഇറാനും വെള്ളിയാഴ്ച ധാരണാപത്രം ഒപ്പിടാനൊരുങ്ങുകയാണ്. അതോടെ സംഘർഷം അവസാനിക്കുകയും സമാധാനം നിലവിൽ വരികയും ചെയ്യും. അതിൽ ഏറ്റവും പ്രധാനം 3 മാസമായി ആഗോള വ്യാപാരത്തിന്റെയും ആഗോള വിപണിയുടെയും നട്ടെല്ലൊടിച്ച ഹോർമൂസ് കടലിടുക്കിലെ ഉപരോധം അവസാനിക്കുന്നു എന്നതാണ്. ഹോർമൂസിലെ ഉപരോധം അടക്കം പശ്ചിമേഷ്യൻ സംഘർഷം ഇന്ത്യക്കുണ്ടാക്കിയ ബാധ്യത വളരെ വലുതാണ്. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തിന്റെ മർമ്മത്തടിക്കുന്ന തരം പ്രത്യാഘാതങ്ങൾ ഇന്ത്യക്ക് നേരിടേണ്ടി വന്നു. അതും പരോക്ഷമായി പോലും സംഘർഷത്തിന്റെ ഭാഗമല്ലാതിരുന്നിട്ട് പോലും സംഘർഷത്തിന്റെ പേരിൽ ഇന്ത്യ കൊടുക്കേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. യുദ്ധം അവസാനിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾക്കെല്ലാം പരിഹാരമാകുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിലും യുദ്ധം അവസാനിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ എല്ലാത്തിനും പരിഹാരമുണ്ടാകുമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കരുത്. എല്ലാം ഒന്ന് നേരെ ചൊവ്വേ ആകണമെങ്കിൽ അതിന് ഇനിയും സമയമെടുക്കും. കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് മിക്ക മേഖലകളിലും പശ്ചിമേഷ്യൻ യുദ്ധം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ധന വില വർധന, രൂപയുടെ മൂല്യത്തകർച്ച, വിദേശ നാണ്യ ശേഖരത്തിലുണ്ടായ വൻ ഇടിവ്, ഉയർന്ന കയറ്റുമതി ചെലവ്, വിദേശ നിക്ഷേപകരുടെ പിന്മാറ്റം, അങ്ങനെ പല രൂപത്തിലായിരുന്നു യുദ്ധം ഇന്ത്യയെ ബാധിച്ചത്. ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞതോടെ ഇന്ത്യയിലേക്കുള്ള ഗൾഫ് എണ്ണയുടെയും പ്രകൃതിവാതകത്തിന്റെയും വരവ് ഗണ്യമായി നിലച്ചു. ക്രൂഡ് ഓയിൽ വരവ് കുറഞ്ഞതും അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചതും പതുക്കെ ഇന്ത്യയിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടാൻ ഇടയാക്കി. പാചകവാതക വരവും നിലച്ചതോടെ ഗാർഹിക വാണിജ്യ പാചകവാതകത്തിനും വില കയറി. എണ്ണവരവ് നിലയ്ക്കുന്ന സ്ഥിതിയുണ്ടായപ്പോൾ കഴിയാവുന്നിടത്തു നിന്നെല്ലാം എണ്ണയും വാതകവും എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞിരുന്നു. അതനുസരിച്ചുള്ള നടപടികളുണ്ടായി. പക്ഷേ എന്നിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലായി എണ്ണവില റോക്കറ്റ് പോലെയാണ് കുതിച്ചത്. 2 ആഴ്ചക്കിടെ 10 രൂപയ്ക്കടുത്താണ് വർദ്ധിച്ചത് വില. ഗ്യാസിനാകട്ടെ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇരട്ടിയിലധികമാണ് വില കൂടിയത്. ഇത് ഭക്ഷ്യസാധനങ്ങൾക്കടക്കം വില വർദ്ധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിച്ചു. പെട്രോൾ ഡീസൽ വിലയിൽ ഉണ്ടാകുന്ന വർധന തടയാൻ ലക്ഷ്യമിട്ട് അധിക എക്സൈസ് തീരുവ കുറച്ചത് കേന്ദ്ര സർക്കാരിന്റെ വരുമാനത്തെ ബാധിച്ചു. ആദ്യ 14 ദിവസം തന്നെ 7,000 കോടി രൂപയുടെ വരുമാന നഷ്ടമാണ് സർക്കാരിന് ഉണ്ടായത് എന്നാണ് കണക്ക്. വിലക്കയറ്റം, സാമ്പത്തിക വളർച്ച, വിദേശ നാണ്യ ശേഖരത്തിലെ ഇടിവ്, ഡോളറിനെതിരെ രൂപയുടെ മൂല്യത്തകർച്ച, ഇതെല്ലാം ഇക്കഴിഞ്ഞ 3 മാസത്തിനിടെ ഇന്ത്യൻ സാമ്പത്തിക രംഗത്തുണ്ടായ തിരിച്ചടികളാണ്. പക്ഷേ ഇതൊരു യുദ്ധത്തിന്റെ മാത്രം ഉൽപ്പന്നമല്ലതാനും. യുദ്ധം തുടങ്ങുന്നതിന് മാസങ്ങൾക്ക് മുൻപാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ അധിക നികുതി ചുമത്തി ഇന്ത്യയെ പ്രതിസന്ധിയിലാക്കിയത്. ഇതിൽ നിന്ന് US സുപ്രീം കോടതിയുടെ വിധിയുടെയൊക്കെ പശ്ചാത്തലത്തിൽ തീരുവ വർധനവിൽ നിന്ന് മോചനം നേടി വരുമ്പോഴായിരുന്നു യുദ്ധമെത്തിയത്. ഇത് വിലക്കയറ്റ തോത് ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചു. ഇറാൻ US സംഘർഷം ആരംഭിക്കുന്നതിന് മുൻപ് ജനുവരിയിൽ ഇന്ത്യ ഒട്ടാകെയുള്ള വിലക്കയറ്റ തോത് 2.75% യുദ്ധം തുടങ്ങിയതിനു ശേഷം മെയ്യിൽ അത് 3.93% ഉയർന്നു. വിലക്കയറ്റം ഇനിയും ഉയർന്നാൽ ഇക്കൊല്ലം 2 തവണയെങ്കിലും റിസർവ് ബാങ്ക് പലിശ നിരക്ക് വർദ്ധിപ്പിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. യുദ്ധവും തീരുവ വർധനവും വരുന്നതിന് മുൻപ് കഴിഞ്ഞ 3 വർഷങ്ങളിൽ സാമ്പത്തിക വളർച്ച സാമാന്യം ഭേദപ്പെട്ട നിലയിലായിരുന്നു. ഇക്കാലയളവിൽ 7% മുകളിൽ വളർച്ചാ നിരക്ക് നേടിയെങ്കിലും നടപ്പു വർഷം സാമ്പത്തിക വളർച്ച 6.6 കുറയുമെന്നാണ് റിസർവ് ബാങ്കിന്റെ മുന്നറിയിപ്പ്. മാത്രമല്ല വിദേശ നാണ്യ ശേഖരവും സമ്മർദ്ദത്തിലാണ്. ഈ വർഷം 2.2 ലക്ഷം കോടിയിലേറെ രൂപയാണ് രാജ്യത്തെ ഓഹരി വിപണികളിൽ നിന്ന് പിൻവലിക്കപ്പെട്ടത്. വിദേശ നാണ്യ ശേഖരത്തിന് കടുത്ത സമ്മർദ്ദമേൽപ്പിക്കാൻ ഈ നടപടി കാരണമായിട്ടുണ്ട്. ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവ് വർദ്ധിച്ചതും ഡോളറിന്റെ ഡിമാൻഡ് വർദ്ധിച്ചതും വിദേശ നാണ്യത്തിന് തിരിച്ചടിയായി. വൻതോതിലുള്ള വിദേശ നാണ്യത്തിന്റെ പുറത്തേക്ക് ഒഴുക്ക് തടയുന്നതിന് സ്വർണത്തിന്റെ തീരുവ 6% നിന്ന് ഒറ്റയടിക്ക് 15% ഇതിന് തെളിവാണ്. ഇന്ത്യ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയായിട്ടല്ല ഈ തിരിച്ചടികൾ എന്നോർക്കണം. പശ്ചിമേഷ്യൻ യുദ്ധം മിക്ക രാഷ്ട്രങ്ങൾക്കും തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും വലിയ രീതിയിൽ US നടത്തുന്ന യുദ്ധത്തെ വിമർശിക്കുകയും ചെയ്തു. രാജ്യങ്ങൾ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയും സ്വയം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടും തന്ത്രപരമായ മൗനം പാലിച്ച് നയതന്ത്രപരമായ ഞാണിന്മേൽ കളിയാണ് ഇന്ത്യ നടത്തിയത് എന്ന് പറയേണ്ടി വരും. ഇറാനെ അനുകൂലിക്കാതെയും ട്രംപിനെയും നെതന്യാഹുവിനെയും വിമർശിക്കാതെയും തന്ത്രപരമായ മൗനം പാലിച്ച ഇന്ത്യ പക്ഷേ അപ്പോഴും മൗനത്തിനുള്ളിൽ ഒരു പക്ഷം ഒളിപ്പിച്ചില്ലേ എന്ന ചോദ്യം പലരും ഉയർത്തുന്നുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയുടെ മൗനം അത്തരം സംശയങ്ങൾക്ക് ഇടവരുത്തുന്നതായിരുന്നു. അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ നടത്തുന്ന ആക്രമണത്തെ ഒരു ഘട്ടത്തിൽ പോലും എതിർക്കാൻ ഇന്ത്യ തയ്യാറായില്ല എന്നത് വസ്തുതയാണ്. ട്രംപിനെയും നെതന്യാഹുവിനെയും തുറന്നെതിർക്കാൻ മോദിക്ക് പരിമിതികൾ ഉണ്ടായിരുന്നിരിക്കണം. എല്ലാവരുമായും ബന്ധം നിലനിർത്തുന്നതാണ് ഇന്ത്യയുടെ സമീപനം എന്നാണ് ഇതേക്കുറിച്ച് മോദി സൂചിപ്പിച്ചത്.
യുദ്ധത്തിന്റെ തുടക്കത്തിൽ തന്നെ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയി വധിക്കപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേൽ കടന്നുകയറി ആ രാജ്യത്തിന്റെ ഭരണാധികാരിയെ വധിച്ചത് ആഗോളതലത്തിൽ തന്നെ വിമർശിക്കപ്പെട്ടു. പക്ഷേ ഇന്ത്യ ഈ വിവരം അറിഞ്ഞു എന്ന് നടിച്ചതുപോലും സംഭവം നടന്ന് ഒരാഴ്ച പിന്നിട്ട ശേഷമാണ്. ഖമനേയി വധിക്കപ്പെട്ടതിന്റെ 7ാം ദിവസമാണ് വിദേശകാര്യ സെക്രട്ടറി ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി കാര്യാലയം സന്ദർശിച്ച് അനുശോചനം രേഖപ്പെടുത്തിയത്. ഖമനേയിയുടെ വധത്തെ ലോകരാജ്യങ്ങൾ അപലപിക്കണമെന്ന് ഇറാൻ അഭ്യർത്ഥിച്ചിരുന്നു. അപ്പോൾ തന്നെ ഇന്ത്യയുടെ മൗനം സംശയ നിഴലിലായി തുടങ്ങി. അതിനിടയിലാണ് വിശാഖപട്ടണത്ത് രാജ്യാന്തര ഫ്ലീറ്റ് റിവ്യൂവിൽ പങ്കെടുത്തു മടങ്ങിയ ഇറാന്റെ യുദ്ധക്കപ്പൽ IRIS ദേന US ആക്രമിച്ച് മുക്കിയത്. ഈ സംഭവത്തോടും തണുപ്പൻ പ്രതികരണമാണ് ഇന്ത്യ നടത്തിയത്. ആക്രമിക്കപ്പെട്ട കപ്പലിൽ തങ്ങൾ നടത്തിയ രക്ഷാപ്രവർത്തനത്തിന്റെ വിവരങ്ങൾ ശ്രീലങ്കൻ സേന പുറത്തുവിട്ട് ഒരു ദിവസം കഴിഞ്ഞാണ് തങ്ങളും സഹായ നടപടികൾ എടുത്തുവെന്ന് ഇന്ത്യൻ നാവികസേന വ്യക്തമാക്കിയത്. അപ്പോൾ കപ്പൽ ആക്രമിക്കപ്പെടുമെന്ന് ഇന്ത്യക്ക് അറിയാമായിരുന്നോ എന്ന പ്രതിപക്ഷ ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. യുദ്ധത്തിലെ 3 കക്ഷികളുമായും നല്ല ബന്ധമായിരുന്നു ഇന്ത്യക്കുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യത്വത്തിന് വിരുദ്ധമായിരുന്നിട്ട് പോലും ട്രംപിനെയും നെതന്യാഹുവിനെയും എതിർക്കാൻ മോദിക്ക് സാധിച്ചില്ല. ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചപ്പോഴും ഇറാനെ US ആക്രമിച്ചപ്പോൾ എന്തുകൊണ്ട് അതിനെ ഇന്ത്യ അപലപിച്ചില്ല എന്ന ചോദ്യവും ഉയരുന്നു. അപ്പോഴും ഇറാനുമായുള്ള നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുകൾ ഇല്ല എന്ന അവകാശവാദമാണ് ഇന്ത്യൻ സർക്കാർ മുന്നോട്ട് വെച്ചത്. ഇറാനിലെ ചബഹാർ തുറമുഖ പദ്ധതിയിൽ നിന്നുള്ള ഇന്ത്യയുടെ പിന്മാറ്റം നേരത്തെ തന്നെ ചോദ്യങ്ങൾക്ക് വഴിവെച്ചതാണ്. US-ന്റെ സമ്മർദ്ദം കൊണ്ടാണ് പിന്മാറ്റമെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇതിനെല്ലാം പുറമെ US-നും ഇറാനുമിടയിൽ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥരായി പാകിസ്ഥാൻ രംഗത്തെത്തി. ഇതിനെ നയതന്ത്രപരമായി ഇന്ത്യക്കുള്ള തിരിച്ചടിയായി പലരും വ്യാഖ്യാനിച്ചു. പക്ഷേ ഇന്ത്യ ഒരു സംഘർഷത്തിൽ മധ്യസ്ഥ ശ്രമം നടത്തിയ ചരിത്രമില്ല എന്ന് കേന്ദ്രം ചൂണ്ടിക്കാട്ടുന്നു. അത് ഇന്ത്യയുടെ നയമാണ്. കാരണം അങ്ങനെയെങ്കിൽ കശ്മീർ വിഷയത്തിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലിന് ഇന്ത്യ അനുവാദം കൊടുക്കേണ്ടി വരും. കശ്മീർ വിഷയത്തിൽ അമേരിക്കയുടെ ഉൾപ്പെടെ ഇടപെടലിന് പാകിസ്ഥാൻ പലതവണ ശ്രമിച്ചിട്ടുണ്ട്. ഇന്ത്യ എക്കാലവും അത്തരം ഇടപെടലുകളെ എതിർത്തു പോന്നു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലെ പ്രശ്നം ചർച്ചകളിലൂടെ പരിഹരിക്കാനുള്ളതാണ് എന്നും അതിന് മറ്റൊരു രാജ്യത്തിന്റെ ഇടപെടൽ വേണ്ട എന്നും ഇന്ത്യ ആഗോള വേദികളിൽ പലകുറി ആവർത്തിച്ചിട്ടുണ്ട്. കേന്ദ്രത്തിന്റെ ഈ ന്യായവാദത്തെ എതിർക്കാൻ കോൺഗ്രസിനുമാകില്ല. കാരണം രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കോൺഗ്രസ്സാണ്. കൂടുതൽ യുദ്ധങ്ങൾ ഉണ്ടായത് കോൺഗ്രസ് കേന്ദ്രം ഭരിച്ചപ്പോഴാണ്. ഇന്ത്യയുടെ വിദേശ നയം എന്നത് രാഷ്ട്രീയത്തിന് അപ്പുറമാണ്. പലപ്പോഴും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ താൽപ്പര്യമനുസരിച്ചാണ് വിദേശ നയം തയ്യാറാക്കുന്നത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്തെ ചേരിചേരാ നയത്തിന്റെ തുടർച്ചയാണ് പലപ്പോഴും യുദ്ധസമയത്ത് ഇന്ത്യയുടെ നയം. ഇറാൻ യുദ്ധത്തിൽ ആ നയം വിജയിച്ചു എന്ന് വിദേശകാര്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. യുദ്ധം അവസാനിക്കുമ്പോഴും ഇറാനും ഇസ്രയേലും അമേരിക്കയും ഇന്ത്യയുടെ സുഹൃത്ത് രാജ്യങ്ങളായി തുടരുന്നു. യുദ്ധസമയത്തും ഹോർമുസ് വഴി ഇന്ത്യൻ കപ്പലുകളെ കടത്തിവിടാൻ ഇറാൻ സമ്മതിച്ചത് ആ നയത്തിന്റെ വിജയമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ചില റിപ്പോർട്ടുകൾ പ്രകാരം കരാറിന്റെ ഫലമായി ഹോർമുസ് വീണ്ടും തുറക്കുമ്പോൾ കടലിടുക്ക് കടന്ന് ആദ്യം പുറത്തുപോകുന്നത് ഒരു ഇന്ത്യൻ കപ്പലായിരിക്കും.